ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മുടെ ഫോണ് പല സമയത്തും ഹാങ് ആവാറുണ്ട്. അതുപോലെ തന്നെ വളരെ സ്ലോ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇത് എങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനുള്ള സെറ്റിംഗ്സുകൾ നമ്മുടെ ഫോണിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. നമ്മൾ ഫോൺ വാങ്ങുന്ന സമയത്ത് ഡിഫോൾട്ട് ആയിട്ടുള്ള സെറ്റിംഗ്സിലായിരിക്കും വരുന്നുണ്ടാവും. പക്ഷെ നമുക്ക് ചില സെറ്റിംഗ്സുകൾ ചേഞ്ച് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് പരിഹരിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം ഏതെല്ലാം സെറ്റിംഗ്സുകൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് സോൾവ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതിന് മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്തുള്ള ലൈക്ക് ബട്ടണും പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. മൊബൈലിന്റെ ഹാങ്ങിങ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട 4 സെറ്റിംഗ്സ് ആണ് പറയുന്നത്. നമുക്ക് ആദ്യം തന്നെ സെറ്റിംഗ്സ്, ഇവിടെ നമ്മൾ മൊബൈലിൽ സെറ്റിംഗ്സ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ആ സെറ്റിംഗ്സിൽ നമുക്ക് താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ സെറ്റിംഗ്സ് ഞാൻ കാണിച്ചു തരാം. കൃത്യമായി ശ്രദ്ധിക്കുക. ലൊക്കേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ലൊക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം വൈഫൈ ആൻഡ് ബ്ലൂടൂത്ത് സ്കാനിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഇത് രണ്ടും ഓൺ ആയി കിടക്കുകയാണ്. വൈഫൈ സ്കാനിങ് അതുപോലെ തന്നെ ബ്ലൂടൂത്ത് സ്കാനിങ്, ഇത് രണ്ടും നമ്മൾക്ക് ആവശ്യമില്ല. നമുക്ക് എപ്പോഴെങ്കിലും വൈഫൈ ആവശ്യമുണ്ടെങ്കിലോ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് ആവശ്യമുള്ള സമയത്ത് മാത്രം നമ്മളത് എനേബിൾ ചെയ്ത് വെച്ചാൽ മതി. ഇതുവഴി നമുക്ക് നല്ല രീതിയിൽ നെറ്റ് നഷ്ടമാവുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മുടെ മൊബൈലിനെ വളരെയധികം ഹാങ് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മുടെ മൊബൈൽ ഹാങ് ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഈ പറഞ്ഞിരിക്കുന്ന വൈഫൈ സ്കാനിങ് അതുപോലെയുള്ള ബ്ലൂടൂത്ത് സ്കാനിങ്, ഇത് രണ്ടും നമ്മുടെ മൊബൈലിൽ നിങ്ങളൊന്ന് ഡിസേബിൾ ചെയ്ത് വെക്കുക. ആദ്യത്തെ സെറ്റിംഗ്സ് ആണ്. ഇതുപോലുള്ള 3 സെറ്റിംഗ്സ് ഇനിയുണ്ട്. എല്ലാ സെറ്റിംഗ്സും കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ചെയ്യാം. ഇനി നമുക്ക് ബാക്ക് ചെയ്തിട്ട് രണ്ടാമത്തെ സെറ്റിംഗ്സ് ഞാൻ പറഞ്ഞുതരാം. വീഡിയോ സ്കിപ്പ് ചെയ്താൽ മുഴുവനായിട്ട് കാണാം, എങ്കിലേ മനസ്സിലാവുള്ളൂ. രണ്ടാമത്തെ സെറ്റിംഗ്സ് നമുക്ക് സെറ്റിംഗ്സ് എടുത്തു കഴിഞ്ഞാൽ താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് വന്നാൽ ഇവിടെ നമുക്ക് കാണാം അക്കൗണ്ട്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ കാണാം. അക്കൗണ്ട്സ്, ആ അക്കൗണ്ട്സിൽ നമ്മൾ താഴേക്ക് പോയി കഴിഞ്ഞാൽ സ്ക്രോൾ ഡൗൺ ചെയ്ത് വരുന്ന സമയത്ത് ഇവിടെ ഓട്ടോമാറ്റിക്കലി സിങ്ക് ആപ്പ് ഡാറ്റ എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് നമ്മൾ ഡിസേബിൾ ചെയ്ത് വെക്കുക. ഓട്ടോമാറ്റിക്കലി സിങ്ക് ആപ്പ് ഡാറ്റ എന്ന് പറഞ്ഞിട്ട് ഇതും നമ്മുടെ മൊബൈലിൽ വളരെയധികം ഹാങ് ആവാൻ ഉള്ളൊരു കാരണം ആവുന്നുണ്ട്. പല ആപ്പുകളും ഒരുമിച്ച് സിങ്ക് ആവുന്ന സമയത്ത് നമുക്ക് വളരെ രീതിയിൽ നമ്മുടെ മൊബൈൽ ഹാങ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ മൊബൈൽ വളരെയധികം ഹാങ് ആവുന്നുണ്ട് അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ആവുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട എന്താണ്, ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ ഓട്ടോമാറ്റിക്കലി സിങ്ക് ആപ്പ് ഡാറ്റ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ എന്ത് ചെയ്യുക, ഡിസേബിൾ ചെയ്ത് വെക്കുക. ഇതാണ് രണ്ടാമത്തെ സെറ്റിംഗ്സ് വരുന്നത്. ഇനി മൂന്നാമത്തെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷൻ കാണുന്നുണ്ട്. ഇവിടെ നമുക്ക് എബൌട്ട് ഫോണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വേർഷൻ കാണുന്നുണ്ട്. അവിടെ നമ്മളൊരു 3 പ്രാവശ്യം അല്ലെങ്കിൽ 7 പ്രാവശ്യം ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി അഥവാ അങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് വരുന്നില്ല എങ്കിൽ ചില ഫോണിൽ അങ്ങനെ വരില്ല. നമ്മളിവിടെ സെർച്ചിൽ ഡെവലപ്പർ ഓപ്ഷൻ എന്നൊന്ന് ക്ലിക്ക് ചെയ്യാം, ടൈപ്പ് ചെയ്യുക ഡെവലപ്പർ ഓപ്ഷൻ. ശ്രദ്ധിക്കാതെ ചെയ്യുക, ഡെവലപ്പർ ഓപ്ഷൻസ്. ഇതൊന്ന് മുകളിൽ ഓൺ ചെയ്ത് വെക്കുക. ഇവിടെ ഞാൻ ഓൺ ചെയ്ത് വെച്ചതാണ്. ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിംഗ്സ് ആണ്. ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. ഇത് നമുക്ക് താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. ഇവിടെ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഏറ്റവും താഴെയായിട്ടാണ് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതിന്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. ഇതുപോലുള്ള പല ഓപ്ഷൻസ് ഉള്ളത്. ഇവിടെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് പ്രോസസ് ലിമിറ്റ് പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് സ്റ്റാൻഡേർഡ് ലിമിറ്റിലാണ് ഇത് കാണിക്കുന്നത്. അതിന്റെ തൊട്ട് താഴെ നോ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ് ഉണ്ട്, അറ്റ്മോസ്റ്റ് 1 പ്രോസസ് ഉണ്ട്, 2, 3, 4 ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ മൊബൈലിൽ നടക്കുന്ന പ്രോസസ് ലിമിറ്റ് നമുക്ക് കുറച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അതുവഴി നമ്മുടെ ഹാങ്ങിങ് വളരെ അധികം കുറയ്ക്കാൻ പറ്റും. നമുക്ക് 1 ആക്കാൻ പറ്റും, 2 ആക്കാം, 3 ആക്കാം, അങ്ങനെ ഏത് ഓപ്ഷനിൽ വേണമെങ്കിൽ കൊടുക്കാം. പക്ഷെ അതൊക്കെ നമ്മുടെ മൊബൈലിന്റെ ഹാങ്ങിങ് കൂട്ടുകയാണുള്ളത്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒന്നുകിൽ മൊബൈലിന്റെ സ്റ്റാൻഡേർഡ് മാറ്റിയിട്ട് നമുക്ക് നോ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ് കൊടുക്കാം, അല്ലെങ്കിൽ അറ്റ്മോസ്റ്റ് 1. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു പ്രോസസ്സ് മാത്രം, നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിതിൽ മൊബൈലിൽ ചെയ്യുന്ന സമയത്ത് ഒരു പ്രോസസ്സ് മാത്രം നടന്നാൽ മതി എന്നുള്ളത് മാത്രം കൊടുക്കുക. അപ്പം അത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ വളരെയധികം ഫാസ്റ്റ് ആവാൻ സാധ്യത കൂടുതലാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ സെറ്റിംഗ്സിൽ ഒന്നുകൂടി കയറുക. അവിടെ നമുക്ക് താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആക്സസിബിലിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ, അടുത്തൊരു അടിപൊളി ഒരു ഓപ്ഷനാണ് ആക്സസിബിലിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ. ആ ആക്സസിബിലിറ്റി എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഏറ്റവും താഴെ നമുക്കിവിടെ ഒരു ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ആക്സസിബിലിറ്റി ഇതിന് മുൻപ് ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് ഒക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഇവിടെ നമുക്ക് ആക്സസിബിലിറ്റിയിൽ നമുക്കിവിടെ കാണുന്ന ഒരു ഓപ്ഷൻ
റിമൂവ് ആനിമേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക, റിമൂവ് ആനിമേഷൻ. കണ്ടില്ലേ, റിമൂവ് ആനിമേഷൻ. നമ്മുടെ ഫോണിൽ ആനിമേഷൻ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഈ ആനിമേഷൻസ് ഒന്നും നമുക്ക് അത്രയധികം നമ്മുടെ ഫോണിൽ ആവശ്യമില്ല. അത് വളരെയധികം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ മൊബൈൽ ഹാങ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും കൂടുതൽ വലിയൊരു സത്യമാണ്. ഞാൻ ഈ പറഞ്ഞു തന്നിരിക്കുന്ന 4 സെറ്റിംഗ്സുകൾ നിങ്ങളുടെ ഫോണിൽ ചെയ്തു വെക്കുക. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ സെറ്റിംഗ്സുകളെല്ലാം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നല്ലപോലെ ഓർത്ത് വെക്കുക ഏതെല്ലാം സെറ്റിംഗ്സുകളാണ് ചേഞ്ച് ചെയ്തത് എന്നുള്ളത്. അതിനുശേഷം നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുകയാണെങ്കിൽ, അതിൽ ഡയറിയിലോ ഒക്കെ എഴുതി വെക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്തു വെക്കാം. കാരണം ചില സെറ്റിംഗ്സുകൾ നിങ്ങൾക്ക് മറന്നു പോകരുത് ഏതെല്ലാം സെറ്റിംഗ്സുകളാണെന്നുള്ളത്. അതുകൊണ്ടാണ് കൃത്യമായിട്ട് ചെയ്തു വെക്കാൻ വേണ്ടി പറയുന്നത്. ഇതുപോലുള്ള നല്ല നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് എല്ലാ ദിവസവും നിങ്ങൾക്കായി ഞാൻ പോസ്റ്റ് ചെയ്തപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നില്ല, സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്തുള്ള ലൈക്ക് ബട്ടണും പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി വരുന്നവരെ ഇറ്റ്സ് മീ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.